സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, അഥവാ അങ്ങനെ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ കുഞ്ഞിക്കൃഷ്ണേട്ടൻ. എന്താണ് കുഞ്ഞിക്കൃഷ്ണേട്ടനോട് മധുസൂദന് പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം തന്നെ വളരെ മുതിർന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ കുഞ്ഞിക്കൃഷ്ണേട്ടൻ തന്നെയാണ് വിളിക്കാറ്. ഞാൻ യുവജന പ്രസ്ഥാനത്തിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്നെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിനും അറിയാം ഞാനൊന്നും ഇതൊന്നും ഒരു കക്ഷിയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇത് പയ്യന്നൂരിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസമില്ല. അദ്ദേഹത്തിന് ഈ നിലയിലുള്ള പല രീതിയിലുള്ള വികാരം ചിലപ്പോൾ വ്യക്തിപരമായിട്ടുണ്ടാവും. അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതിൽ പിന്നെ ആടെയൊന്നും ഞാൻ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതൊന്നും ആരും അന്വേഷിക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ, ആരും വിശുദ്ധനായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അദ്ദേഹത്തോടും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട നിലയിലുള്ള സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. എന്തിനാണ് എന്നുള്ള ചോദ്യം, ഈ പാർട്ടി എന്തിനാണ് ഇങ്ങനെ വെട്ടിലാഴ്ത്തുന്നത്, എന്തിനാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം നശിപ്പിക്കുന്നത്? എത്രമാത്രം നിങ്ങളാലോചിക്കണം, ഈ പയ്യന്നൂർ എന്ന് പറയുന്ന നാട് എത്രമാത്രം പ്രത്യേകതകളുള്ളൊരു നാടാണ്. 21 രക്തസാക്ഷികളുണ്ട് പയ്യന്നൂർ, ഈ മണ്ഡലത്തിൽ 21 പേർ. കർഷക പോരാട്ടത്തിൻ്റെ കാലം മുതൽ ഈ പുതിയ കാലത്ത് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുള്ളത് വരെ. ഈ കേരളത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടിക്കേറി കശാപ്പ് ചെയ്യപ്പെട്ടത് പയ്യന്നൂരിലാണ്. രാമന്തലി പഞ്ചായത്ത് പ്രസിഡന്റ് 48ാമത്തെ വയസ്സിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്ന OK കുഞ്ഞിക്കണ്ണൻ. ആ നാട്ടിലാണ് ധനരാജ്. അതിനോട് ചേർന്നിട്ടാണ് അവിടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേസുകൾ. ഇപ്പോൾ എത്ര കേസുകളുണ്ട് താങ്കൾക്ക് ഈ പാർട്ടി പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ? ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുന്നത് ശരിയല്ല, കാരണം കോടതിയിലൊക്കെ ഉള്ളൊരു കാര്യമില്ല. UAPA കേസ് എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളൊരു കേസ്, വലിയ നിലയിൽ വേട്ടയാടിയിട്ടുള്ളൊരു കേസ്. അതിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 100-120 കിലോമീറ്റർ അപ്പുറത്ത് നടന്നിട്ടുള്ളൊരു കാര്യത്തിലാണ് എന്നെ പ്രതിയാക്കിയത്. നിങ്ങൾക്കറിയാം, P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ. അന്ന് തലശ്ശേരി കോടതിയിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ജാമ്യം കിട്ടിയത് എനിക്കാണ്. UAPA കേസിൽ ഒരു തരത്തിൽ CBI വിടില്ലായിരുന്നു. അവരതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തി. ചിലപ്പോൾ ഞാനിപ്പോൾ ജയിലിലായിരിക്കും ഉണ്ടായിരുന്നു. ആ കേസിൽ എനിക്ക് ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു ഈ കാലം മുഴുവൻ. അതുപോലെ നിരവധിയായിട്ടുള്ള കേസ്. ഞാൻ ജയിലിൽ കാണാത്ത ഒരാളല്ല, പലരെയും പോലെ. ഒരു കൊലക്കേസിൽ എന്നെ പ്രതിയാക്കി, മനസ്സിലായി, ഞാൻ ഉൾപ്പെടെയുള്ളവരെ 100 പേജ് ജയിലിൽ കടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഞാൻ അതിൻ്റെ മാത്രമല്ല, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് താൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേസിന്റെ എണ്ണം പറഞ്ഞ് പൊതുസമൂഹത്തിൽ സത്യസന്ധത തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് ഇനി കടക്കുന്നില്ല. പക്ഷെ നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 100 പേജുള്ള നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം വരാൻ പോവുകയാണ്. ആ പുസ്തകത്തിലൊരു ബോംബുണ്ട് എന്നാണ് രാകേഷ് പറഞ്ഞതായി കുഞ്ഞിക്കൃഷ്ണേട്ടൻ പറയുന്നത്. ആ ബോംബിനെ ഭയക്കുന്നുണ്ടോ ശ്രീ മധുസൂദനൻ? പുസ്തകമൊക്കെ വരട്ടെ, പുസ്തകമൊക്കെ നമുക്ക് വായിക്കാമല്ലോ. വായിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അത് രേഖപ്പെടുത്തുന്ന ചരിത്രമല്ലേ, വരട്ടെ. ഇങ്ങനെ എന്തെല്ലാം പുസ്തകം പാർട്ടി നേതൃത്വത്തിനും പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഒരു രീതിയിലും കൂസലില്ല. ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പുതിയ ബോംബുണ്ടെങ്കിലും വന്നോട്ടെ. ബോംബെല്ലാം പൊട്ടിക്കാൻ പറ്റുന്ന ആളുകൾ കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടി പൊട്ടിക്കട്ടെ, പുസ്തകമൊക്കെ വരട്ടെ. പുസ്തകമൊക്കെ നല്ലത് തന്നെയാണ്, കാരണം ഒരാൾ എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അദ്ദേഹത്തെ പറ്റിക്കൂടി അദ്ദേഹത്തിൻ്റെ സേവനവും അതേ ഈ പാർട്ടിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ആ പുസ്തകത്തിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തെ കൂടി മനസ്സിലാക്കാമല്ലോ നമുക്ക്, അദ്ദേഹത്തിന്റെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഈ ധനരാജിന്റെ ഭാര്യ സജിതയുടെയും മക്കളുടെയും മുന്നിൽ പോയി നിൽക്കുമ്പോൾ ആത്മവിശ്വാസം അല്പം പോലും നഷ്ടപ്പെടില്ലല്ലോ ശ്രീ മധുസൂദനൻ, അല്ലേ? ഒരു തരത്തിലുമില്ല. ആ കുടുംബം എൻ്റെ കുടുംബമാണ്. ഞാനൊരു 5 ദിവസം മുമ്പും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കതിൽ അവരൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഡോക്ടർ അരുൺ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്. അവരിങ്ങനെ ഞങ്ങളില്ലേ ഇവിടെ, ഞങ്ങൾ ജീവിക്കുകയല്ലേ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം തീർച്ചയായിട്ടും സജിനി ഏത് കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. സജിനി ഞങ്ങൾ പ്രിയപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകയാണ്. എന്തിനാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ വേട്ടയാടുന്നത് നിരന്തരമായി? ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവനെ കൊന്നു,
പിന്നെയും പിന്നെയും ഒരു കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേട്ടയാണ് ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത്. ഇത് ചെയ്യരുത്. താങ്ക് യു ശ്രീ മധുസൂദനൻ. ഏറെക്കുറെ 1 മണിക്കൂറിലധികമായി താങ്കൾ വിശദീകരിക്കാൻ ഈ സമയമെടുത്തു. നിർഭാഗ്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് സ്വന്തം പാർട്ടിയിലെ നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേയെങ്കിലും താങ്കൾ പ്രതികരിച്ചതിന് നന്ദി. കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ശ്രീ മധുസൂദനൻ.